മുതലപ്പുഴയിൽ കഴിഞ്ഞ ദിവസവും ബോട്ട് അപകടങ്ങളുണ്ടായി. ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടമായി. പെരുമാതുറ സ്വദേശി എബ്രഹാമിനാണ് ജീവൻ നഷ്ടമായത്. വേളി മുതൽ 5 തെങ്ങ് വരെയുള്ള 10,000-കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു ഒരു കാലത്ത് പെരുമാതുറ മുതലപ്പുഴി. പക്ഷേ ഇതിന്നൊരു മരണക്കിടയായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് ജീവിക്കാനുള്ള ആശ്രയമായി കണ്ടിരുന്ന മുതലപ്പുഴയാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുന്നത്. നമ്മളെ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഒരു പയ്യൻ തെറിച്ചു പോയി. അവൻ പിന്നെ ഒത്തിരി നീന്തൽ അറിയാനുള്ള അവൻ കല്ലിൽ കയറി. നമ്മൾ വിചാരിച്ച അവൻ പോയെന്നാണ്. ഈ കാണുന്ന മുതലപ്പുഴയിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് കോസ്റ്റൽ പോലീസിന്റെ സേവനം ഇവിടെ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മുതലപ്പുഴയിലെ ഈ അപകടങ്ങൾക്ക് കാരണം അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണവും അവിടെ അമിതമായി കൂടിക്കിടക്കുന്ന മണലുമാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ഈ ആശങ്കകൾ ശരിവയ്ക്കുന്നതാണ് സർക്കാർ പഠനത്തിനായി നിയോഗിച്ച CWPRSന്റെ കണ്ടെത്തലുകളും. പുലിമുട്ടിന്റെ നീളം കൂട്ടണം, പ്രവേശന കവാടം മാറ്റി സ്ഥാപിക്കണം. ഇവയൊക്കെയാണ് CWPRSന്റെ പ്രധാന മാർഗനിർദ്ദേശങ്ങൾ. നിർമ്മാണ സമയത്ത് പുലിമുട്ടിൻ്റെ വിന്ത് എന്നൊക്കെ നമ്മുടെ മൗത്തിൻ്റെ ഭാഗം ഏകദേശം 160 മീറ്ററാണ് വിന്ത് പറഞ്ഞിരുന്നത്. എന്നാൽ അത് ഈ നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയത മൂലം നമ്മുടെ പുലിമുട്ട് ഇടിഞ്ഞ് വീണ് വീതി കുറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ട്. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് വെച്ചാൽ ഈ മണ്ണ് ഇതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത് തിട്ട ഇടിഞ്ഞ് കിടക്കുന്നതും അത് തന്നെ വിഷയങ്ങൾ. കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഈ വർഷം എന്തായാലും ഉറപ്പായിട്ടും മരണങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. 6 മീറ്റർ ആഴം വേണ്ടിടത്ത് ഇപ്പോൾ ഉള്ളത് 1.5 മീറ്റർ മാത്രമാണ്. പുലിമുട്ടിന്റെ നിർമ്മാണ സമയത്ത് 440 മീറ്റർ നീളവും 90 മീറ്റർ വീതിയുമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. 60 മീറ്റർ വീതിയും 6 മീറ്റർ ആഴവുമാണ് ഇപ്പോൾ ഉള്ളത്. ട്രഡ്ജ് ചെയ്യായിരുന്ന ഇത് ശേവൽ കൊണ്ടിട്ട് കോരിയിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പോൾ 4-5 മാസം കൊണ്ടിട്ട് കോരയാണ്. മണ്ണ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല അവിടെ. മുതലപ്പുഴയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഇവിടത്തെ ആഴം കൂട്ടണം. അതിന്റെ ഉത്തരവാദിത്തം നിലവിൽ അദാനി കമ്പനിക്കാണ്. മണൽ മാറ്റാനുള്ള നടപടികൾ നടക്കുന്നുണ്ടെങ്കിലും അത് മാത്രം മതിയാകില്ല മൺസൂണിന് മുമ്പ് ഇവയൊക്കെ മാറ്റിത്തീരാൻ. പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ 2020 മുതൽ 2024 മെയ് മാസം വരെയുള്ള കാലയളവിൽ ഇവിടെ പൊലിഞ്ഞത് 70ഓളം ജീവനുകളാണ്. കൃത്യമായ പഠനങ്ങൾ നടത്തി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇവിടെ ജീവനുകൾ പൊലിയും. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.